PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അടുത്തിടെ കൊടുത്ത കുറച്ച് അവാർഡുകൾ, പിന്നെ LDC 2024 തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ആണ്. ആ പോയിന്റ്സിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് കേരള PSCയുടെ ഏത് എക്സാം എഴുതുന്നവർക്കായാലും യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോബ്സ് മാസികയുടെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത. ഫോബ്സ് മാസികയുടെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത സാറ ജോസഫ് മുത്തൂറ്റാണ്. മുത്തൂറ്റ് ഫിനാൻസ് കോർപ്പറേഷന്റെ സാറ ജോസഫ് മുത്തൂറ്റാണ് ഫോബ്സ് മാസികയുടെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത കേട്ടോ, മലയാളി വനിത. അതുപോലെ 14 മലയാളികളോളം ഈ ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സമ്പന്നൻ, ഫോബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ MA യൂസുഫ് അലിയാണ്. ലുലു ഓണറായ MA യൂസുഫ് അലി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനി 2024 റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ മുകേഷ് അംബാനി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ സാവിത്രി ജിൻഡാലാണ്. സാവിത്രി ജിൻഡാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ MA യൂസുഫ് അലി ആണെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഉള്ള വനിത ആരാണെന്ന് ചോദിച്ചാൽ ഫോബ്സ് മാസികയിൽ ഇടം പിടിച്ച വനിത സാറ ജോസഫ് മുത്തൂറ്റ്. ഇപ്പോൾ ഫോബ്സ് മാസികയുടെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയാണ് സാറ ജോസഫ് മുത്തൂറ്റ്. ആഗോളതലത്തിലാണെങ്കിൽ ലൂയിസ് വിറ്റലിന്റെ ഉടമയൊക്കെ ബെർണാഡ് ആൻഡ്രേസ്, അതുപോലെ എലോൺ മസ്ക്, ജെഫ് ബിസോസ് എന്നിവരൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൽ. അപ്പോൾ മലയാളത്തിൽ നിന്ന് മലയാളികൾ 14ഓളം ഇടം പിടിച്ചു. ഫസ്റ്റ് MA യൂസുഫ് അലിയാണ്. അതിലുള്ള വനിത സാറ ജോസഫ് മുത്തൂറ്റാണ്. അതുപോലെ ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് പ്രകാരം 2024 പ്രകാരം ഏഷ്യയിലെ കോടീശ്വരന്മാരുടെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കേട്ടോ. ഹൂറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2024 പ്രകാരം ഏഷ്യയിലെ കോടീശ്വരന്മാരുടെ തലസ്ഥാന നഗരമായി അറിയപ്പെടുന്നത് മുംബൈ. ഇപ്പം 2024 ലിസ്റ്റ്, ഫോബ്സ് മാസികയുടെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികൻ മുകേഷ് അംബാനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനിക സാവിത്രി ജിൻഡാലാണ്. അതുപോലെ മലയാളികളിലെ ഏറ്റവും വലിയ ധനികൻ MA യൂസുഫ് അലിയാണ്. അതുപോലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ കേരളത്തിൽ സാറ ജോസഫ് മുത്തൂറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം. കേരളത്തിൽ ആദ്യം 333 രൂപയായിരുന്നു, എന്നാൽ അതിപ്പോൾ മാറി. കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എന്ന് പറയുന്നതിന് 346 രൂപയാണ് കേട്ടോ. ആദ്യം 333 ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ, 346 രൂപയാണ് കേരളത്തിലിനി മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിന്നെ പുതുക്കിയ വേതനം 346 രൂപ. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ വേതനം നൽകുന്ന സ്റ്റേറ്റ് ഹരിയാനയാണ്. ഹരിയാന 374 രൂപയാണ് ഹരിയാന ഇപ്പോൾ നിലവിൽ നൽകുന്നത് കേട്ടോ. ഹരിയാന നൽകുന്ന വേതനം 374 രൂപ. ഏറ്റവും കുറവ് വേതനം നൽകുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്, നാഗാലാൻഡും അരുണാചൽ പ്രദേശുമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഹരിയാനയാണെങ്കിൽ ഏറ്റവും കുറവ് നാഗാലാൻഡും അരുണാചൽ പ്രദേശ്. 234 രൂപയാണ് അവർ നൽകുന്നത് കേട്ടോ. 234 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. 346. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 71ാമത് ലോകസുന്ദരി പട്ടം നേടിയത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ലോകസുന്ദരി മത്സരം ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2024 മത്സരം നടന്നത്. 71ാമത് ലോക സൗന്ദര്യ മത്സരമായിരുന്നു 2024 ഇന്ത്യയിൽ വെച്ച് നടന്നത്. അതിൽ വിന്നറായത് ക്രിസ്റ്റീന ഫിസ്കോവയാണ്. ക്രിസ്റ്റീന ഫിസ്കോവയാണ് ഇന്ത്യയിൽ വെച്ചിട്ട് നടന്ന ലോകസുന്ദരി പട്ടം 2024 കരസ്ഥമാക്കിയത്. അപ്പം ഇതിനു മുമ്പ് ആരായിരുന്നു 70ാമത്? 71ആണ് 2024 ക്രിസ്റ്റീനക്ക് ലഭിച്ചത്. 70ാമത് 2023 വിന്നറായത് കരോലിന ബിലോവ്സ്കയാണ്. കരോലിന ബിലോവ്സ്ക.
വേൾഡ് ആണ് പറയുന്നത്. 2024 മിസ് വേൾഡ് ക്രിസ്റ്റീന പിസ്കോവ. മിസ് യൂണിവേഴ്സ് ആരായിരുന്നു? മിസ് യൂണിവേഴ്സ് 2023 ഷെയ്നീസ് പിലാസിയോസ് ആണ്. ഷെയ്നീസ് പിലാസിയോസ് നിക്കോരാഗയാണ് രാജ്യം. ഷെയ്നീസ് പിലാസിയോസ് ആണ് മിസ് യൂണിവേഴ്സ്. മാറിപ്പോയത് മിസ് വേൾഡും മിസ് യൂണിവേഴ്സും. മിസ് വേൾഡ് ആണ് ക്രിസ്റ്റീന, മിസ് യൂണിവേഴ്സ് ഷെയ്നീസ് പിലാസിയോസ്. അതുപോലെ ഫെമിന മിസ് ഇന്ത്യ അത് നന്ദിനി ഗുപ്തയാണ് കേട്ടോ, നന്ദിനി ഗുപ്ത. അതുപോലെ ലോകസുന്ദരി പട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് 2024 സിനി ഷെട്ടിയാണ്. 8ാം സ്ഥാനമാണ് അവർക്ക് ലഭിച്ചത്. സിനി ഷെട്ടി 8ാമത്. ഇപ്പോൾ ഫസ്റ്റ് ക്രിസ്റ്റീന പിസ്കോവ, വേദി ഇന്ത്യയിൽ മുംബൈ ആണ്. പിന്നെ ഇന്ത്യയുടെ സിനി ഷെട്ടി 8ാം സ്ഥാനത്താണ്. നെക്സ്റ്റ് 33ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായത് ആര്? 33ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാത്തികം എന്ന കൃതിക്കാണ് 33ാമത് സരസ്വതി സമ്മാനം. സരസ്വതി സമ്മാനം മലയാളത്തിലേക്ക് കടന്നു വന്നത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. സരസ്വതി സമ്മാനം മലയാളിയായ പ്രഭാവർമ്മക്കാണ് ഇപ്പൊ അടുത്തിടെ ലഭിച്ചത്. ഏത് കൃതിക്കാണ്? രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ്. നമുക്കറിയാം സരസ്വതി സമ്മാനം എന്ന് പറഞ്ഞാൽ KK ബിർള ഫൗണ്ടേഷൻ നൽകുന്നതാണ് സരസ്വതി സമ്മാനം. പിന്നെ സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയാണ് സമ്മാന തുക. 15 ലക്ഷം രൂപ സമ്മാന തുകയായിട്ടുള്ള സരസ്വതി സമ്മാനം മലയാളത്തിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലഭിച്ചത് പ്രഭാവർമ്മക്കാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളിക്ക് ലഭിക്കുന്നത്. ഏതാണ് പ്രഭാവർമ്മയുടെ കൃതി? രൗദ്ര സ്വാത്തികം എന്നാണ്. രൗദ്ര സ്വാത്തികം. ബാലാമണി അമ്മക്ക് 1995 ലഭിച്ചു. അതുപോലെ പിന്നെ 2005 അയ്യപ്പ പണിക്കർക്കും ലഭിച്ചിട്ടുണ്ട്. 2012 സുഗതകുമാരി ടീച്ചർക്കും ലഭിച്ചു. 2012. അപ്പൊ അതിനുശേഷം പ്രഭാവർമ്മക്കാണ് 2023 ലഭിക്കുന്നത് രൗദ്ര സ്വാത്തികം എന്ന കൃതിക്ക്. രൗദ്ര സ്വാത്തികം എന്ന് പറഞ്ഞാൽ റഷ്യയിലെ പിന്നെ സർ ചക്രവർത്തിമാരുടെ കാലത്തെ ചരിത്ര സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് രൗദ്ര സ്വാത്തികം എന്ന് പറയുന്നത്. റഷ്യയിലെ പിന്നെ ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന കൃതിയാണ് രൗദ്ര സ്വാത്തികം. ആ കൃതിക്കാണ് പ്രഭാവർമ്മ 2023 സരസ്വതി സമ്മാനത്തിന് അർഹ. ആദ്യം നേടിയത് മലയാളത്തിൽ ബാലാമണിയമ്മ, പിന്നെ അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു, അതുപോലെ സുഗതകുമാരി ടീച്ചർക്കൊക്കെ ലഭിച്ചു. ഇപ്പൊ പ്രഭാവർമ്മക്ക്. അപ്പൊ സരസ്വതി സമ്മാൻ 15 ലക്ഷം രൂപയാണ്. 2020 സരസ്വതി സമ്മാൻ ലഭിച്ചത് ശരൺകുമാർ ലിംബാളേക്കാണ്. ശരൺകുമാർ ലിംബാളെ. അതുപോലെ 2021 രാംദർശ് മിശ്രക്ക് ലഭിച്ചു. 2022 M ശിവശങ്കരി. 32ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് M ശിവശങ്കരിക്കാണ്. 2023 പ്രഭാവർമ്മക്ക് രൗദ്ര സ്വാത്തികം എന്ന കൃതിക്ക്. പ്രഭാവർമ്മയുടേത് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് കാലപാശം. കാലപാശം എന്ന പുതിയ നോവൽ പ്രഭാവർമ്മയുടേതാണ് കേട്ടോ. പ്രഭാവർമ്മയുടെ ആദ്യ ഇംഗ്ലീഷ് നോവലും PSC ചോദിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത് ആണ്. ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത്. ആരുടെ ഇംഗ്ലീഷ് നോവലാണ് ആദ്യത്തേത്? പ്രഭാവർമ്മയുടെ. അതുപോലെ 2023 അദ്ദേഹത്തിന് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചു. പ്രഭാവർമ്മക്ക് 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പിന്നെ കവിയുടെയും പിന്നെ കഥാകാരന്റെ ഒക്കെ പേരിൽ ഇപ്പോൾ ഓരോ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആദ്യമൊക്കെ വള്ളത്തോള്, വയലാറ്, ഓടക്കുഴൽ അങ്ങനെയെല്ലാം പറഞ്ഞ കുറച്ച് സമ്മാനങ്ങളെ PSCക്ക് പഠിക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നിലവിൽ ഒരുപാട് പുരസ്കാരങ്ങൾ ചെറിയ ചെറിയ കഥാകാരന്മാരുടേതായാലും കവികളുടെ ആയാലും ഒരുപാട് പുരസ്കാരം. അതിലൊന്നാണ് ഈ കടമ്മനിട്ട പുരസ്കാരം. 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. അതുപോലെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിന് ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. അതിന്റെ പേര് ലാമന്റ് ഓഫ് ഡസ്കി ലോഡാണ്. ലാമന്റ് ഓഫ് ഡസ്കി ലോഡ്. പ്രഭാവർമ്മയുടെ ചില പ്രശസ്ത പുസ്തകങ്ങൾ പറയാം. കനൽ ചിലമ്പ്. കനൽ ചിലമ്പ് എഴുതിയത് പ്രഭാവർമ്മയാണ്. അർക്കപൂർണിമ എന്ന് പറഞ്ഞ ഗ്രന്ഥവും. അർക്കപൂർണിമ ആരുടെ ഗ്രന്ഥമാണ്? പിന്നെ പ്രഭാവർമ്മയുടേത്. അതുപോലെ ശ്യാമമാധവം, ദളമർമരം, മലേഷ്യൻ ഡയറി കുറിപ്പുകൾ ഇവയൊക്കെ പ്രഭാവർമ്മയുടെ കൃതികളാണ് കേട്ടോ. കാലപാശം എന്ന നോവല്, ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത്, കനൽ ചിലമ്പ്, ആർക്കപൂർണിമ, ശ്യാമമാധവം, ദളമർമരം, മലേഷ്യൻ ഡയറി കുറിപ്പുകൾ. ശ്യാമമാധവത്തിനാണ് വയലാർ അവാർഡൊക്കെ ലഭിച്ചത് അദ്ദേഹത്തിന്. പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ശ്യാമമാധവത്തിന് 2013. അതുപോലെ 2017 അദ്ദേഹത്തിന് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചു. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ പ്രഭാവർമ്മയെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പൊ 33ാമത് സരസ്വതി സമ്മാനവും കൂടി മലയാളത്തിന് നേടിക്കൊടുത്തത് ആരിലൂടെയാണ്? പ്രഭാവർമ്മയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന കൃതിയിലൂടെ.
അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശത്തിന്റെ മുഴുവൻ പേര്. NK ദേശം എന്ന് പറഞ്ഞാൽ പ്രശസ്ത കവിയും നിരൂപകനുമായ വ്യക്തിയാണ് NK ദേശം. അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. N കുട്ടിക്കൃഷ്ണപിള്ള. അപ്പോൾ പ്രശസ്ത കവിയാണ്, നിരൂപകനാണ് N കുട്ടിക്കൃഷ്ണപിള്ളയെ നമ്മൾ അറിയപ്പെടുന്നത് NK ദേശം എന്നാണ്. NK ദേശം 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. 2017 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരം അന്തിമലരി എന്നാണ്. അന്തിമലരി. പിന്നെ B ശ്രീദേവി എന്ന തൂലികാനാമത്തിലും ഈ NK ദേശം രചനകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. B ശ്രീദേവി ആരുടെ തൂലികാനാമം? NK ദേശത്തിന്റെ. അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങൾ പറയാം. കന്യാഹൃദയം, കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, എലിമീശ, മഴത്തുള്ളികൾ, മുദ്ര, ഗീതാഞ്ജലിയുടെ വിവർത്തനം എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ആരുടേതാണ്? NK ദേശത്തിൻ്റെത്. NK ദേശം 2024 ഫെബ്രുവരിയിലാണ് അന്തരിച്ചത്. മുഴുവൻ പേര് N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, എലിമീശ, പിന്നെ അങ്ങനെ നിരവധി കഥകൾ, പിന്നെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വേറൊരു അവാർഡാണ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് 2023 അർഹനായത് പോൾ സക്കറിയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 സക്കറിയ കേട്ടോ. 2022 പിന്നെ ഒരു മലയാള സാഹിത്യകാരൻ വെച്ചിട്ട് തന്നെ സേതു ആണ്. സേതു 2022 സേതു, 2023 സക്കറിയ. ഏത് പുരസ്കാരമാണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഇപ്പൊ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയാണ്. പോൾ സക്കറിയൊക്കെ 2020 എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എഴുത്തച്ഛൻ അവാർഡ് 2020 അർഹനായത് പോൾ സക്കറിയാണ്. പോൾ സക്കറിയ. അപ്പൊ 4ാമത് നവമലയാളി പുരസ്കാരമൊക്കെ നേടിയ പ്രശസ്ത കഥാകൃത്താണ് സക്കറിയ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഒരു ആഫ്രിക്കൻ യാത്ര, പിന്നെ മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലായി ഇതാണെന്റെ പേരൊക്കെ എഴുതിയത് സക്കറിയാണ്. ഇതാണെന്റെ പേര്. ഇതാണെന്റെ പേര് ആരുടെ കൃതിയാണ്? സക്കറിയ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം എല്ലാം വേറെ വേറെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. മാതൃഭൂമി പിന്നെ സാഹിത്യ പുരസ്കാരം ഇപ്പം പറയുന്നത് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. ഫസ്റ്റ് നേടിയ തിക്കോടിയനാണ് കേട്ടോ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി നേടിയ തിക്കോടിയൻ 2020 നേടിയത് K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ. പിന്നെ 2022 സേതു ആണ്. 2023 നേടിയത് സക്കറിയ. സക്കറിയ. സക്കറിയക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. ഫോബ്സ് മാസികയുടെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത സാറ ജോസഫ് മുത്തൂറ്റാണ്. ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം 14 മലയാളികൾ 2024 ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ 1ാം സ്ഥാനത്തുള്ളത് ഏറ്റവും ധനികനായ വ്യക്തി കേരളത്തിൽ MA യൂസുഫ് അലിയാണ്. പിന്നെ ആഗോളതലത്തിൽ ലൂയിസ് വിറ്റൽ ഉടമ ബർണാഡ് ആൾനോട്ട്, ഇലോൺ മസ്ക്, ജെഫ് ബിസോസ് എന്നിവരൊക്കെ ഉണ്ട്. ഏഷ്യയിൽ ഏറ്റവും വലിയ സമ്പന്നൻ 2024 റിപ്പോർട്ട് പ്രകാരം മുകേഷ് അംബാനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനിക സാവിത്രി ജിൻഡാലാണ്. അതുപോലെ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2024 പ്രകാരം ഏഷ്യയിലെ കോടീശ്വരന്മാരുടെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്ന മുംബൈയാണ് കേട്ടോ. ഏഷ്യയിലെ കോടീശ്വരന്മാരുടെ തലസ്ഥാന നഗരം മുംബൈ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപ. 346 രൂപയാണ്. ആദ്യം 333 രൂപയായിരുന്നു. ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കേരളം 346 രൂപയാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന നിലവിൽ നൽകുന്ന വേതനം 374 രൂപയാണ്. 374. ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ നാഗാലാൻഡും അരുണാചൽ പ്രദേശുമാണ്. 234 രൂപ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് 2024 ലോകസുന്ദരി ആരാണെന്ന്. ക്രിസ്റ്റീന ഫിസ്കോവയാണ്. ക്രിസ്റ്റീന ഫിസ്കോവ 71ാമത് ലോകസുന്ദരി പട്ടാണ് ക്രിസ്റ്റീന ഫിസ്കോവക്ക് ലഭിച്ചത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 71ാമത് മത്സരം നടന്നത് മുംബൈയിൽ. ഇനി 70ാമത് ആരായിരുന്നു? 2023 കരോലിന ബിലോസ്കിയാണ്.
അതുപോലെ മിസ് യൂണിവേഴ്സ് 2023 ഷെയ്നീസ് പിലാസിയോസ് ആണ്. ഷെയ്നീസ് പിലാസിയോസ്, നിക്കോരാഗയാണ് രാജ്യം, നിക്കോരാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് 33ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായത്. 33ാമത് സരസ്വതി സമ്മാനം പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാതികം എന്ന കൃതിക്ക്. രൗദ്ര സ്വാതികം റഷ്യയുടെ സർ ചക്രവർത്തിമാരുടെ കാലത്തെ ചരിത്ര സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന കൃതിയാണ് രൗദ്ര സ്വാതികം. ആ കൃതിക്കാണ് 12 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് പ്രഭാവർമ്മയെ സരസ്വതി സമ്മാനത്തിന് അർഹനാക്കിയത് കേട്ടോ. പിന്നെ ആദ്യം സരസ്വതി സമ്മാനം മലയാളത്തിൽ നേടിയത് ബാലാമണി അമ്മയാണ്. പിന്നെ അയ്യപ്പ പണിക്കർ, അതുപോലെ സുഗതകുമാരി. അവർക്ക് ശേഷമൊക്കെ സരസ്വതി സമ്മാനം മലയാളത്തിലെത്തുന്നത് പ്രഭാവർമ്മയിലൂടെയാണ്. പ്രഭാവർമ്മയുടെ മറ്റ് കൃതികൾ കാലപാശം. കാലപാശം പുതിയ നോവലാണ്. അതുപോലെ പ്രഭാവർമ്മയുടെ ആദ്യ ഇംഗ്ലീഷ് നോവലിൻ്റെ പേര് ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത് ആണ്. പിന്നെ 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് പ്രഭാവർമ്മ അർഹനായിട്ടുണ്ട്. പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിന് വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ശ്യാമമാധവത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ലാമെന്റ് ഓഫ് ഡസ്കി ലോഡ് എന്നുള്ളത്. ലാമെന്റ് ഓഫ് ഡസ്കി ലോഡ്, ലാമെന്റ് ഓഫ് ഡസ്കി ലോഡ് ശ്യാമമാധവത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ കനൽ ചിലമ്പ്, അർക്കപൂർണിമ, ശ്യാമമാധവം, ദളമർമരം, മലേഷ്യൻ ഡയറി കുറിപ്പുകൾ, കാലഭാഷ. ഇതൊക്കെ പ്രഭാവർമ്മയുടെ കൃതി. രൗദ്രസാത്വികവും പ്രഭാവർമ്മയുടെ കൃതി. വയലാർ അവാർഡ് 2013 ലഭിച്ചിട്ടുണ്ട് പ്രഭാവർമ്മക്ക്. അതുപോലെ പത്മപ്രഭ പുരസ്കാരം 2017 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനൊക്കെ പ്രഭാവർമ്മ അർഹനായിട്ടുണ്ട്. ഇപ്പം 33ാമത് സരസ്വതി സമ്മാനമാണ് പ്രഭാവർമ്മക്ക് ലഭിച്ചത്. സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയാണ്. 2020 സരസ്വതി സമ്മാനം ലഭിച്ചത് ശരൺകുമാർ ലിംബാളിക്കാണ്. 2021 സരസ്വതി സമ്മാനത്തിന് അർഹനായത് രാംദർശി മിശ്ര, ഹിന്ദി സാഹിത്യകാരനാണ്. 2023 എം ശിവശങ്കരിക്ക്. 2022 എം ശിവശങ്കരി. പിന്നെ തമിഴ് സാഹിത്യകാരിയാണ്. സൂര്യവംശം എന്ന അവരുടെ കൃതിക്കാണ് പുരസ്കാരം. 32ാമത് പുരസ്കാരം 2022 എം ശിവശങ്കരി. ഇപ്പൊ 2023 ഏറ്റവും ഒടുവിലായി സരസ്വതി സമ്മാനം കൊടുത്തത് പ്രഭാവർമ്മക്കാണ്. മലയാളിയാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സ്വാതികം എന്ന കൃതിക്ക്. പിന്നെ പറഞ്ഞത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് 2023 അർഹനായത് ആരാണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയാണ്. പോൾ സക്കറിയ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. പിന്നെ പോൾ സക്കറിയ 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സക്കറിയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ. 2020 സച്ചിദാനന്ദൻ, 2022 സേതുവാണ്, 2023 സക്കറിയക്ക് ലഭിക്കുന്നത്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണ് എൻ്റെ പേരൊക്കെ എഴുതിയത് സക്കറിയാണ്. ഒരു ആഫ്രിക്കൻ യാത്ര, അതൊക്കെ സക്കറിയയുടെ പുസ്തകമാണ് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം കൂടാതെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ഈ പോൾ സക്കറിയക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ജേതാവ് പോൾ സക്കറിയ കേട്ടോ. പോൾ സക്കറിയ. 2020 കെ സച്ചിദാനന്ദൻ, 2022 സേതുവാണ് മാതൃഭൂമി സാഹിത്യ സമ്മാനം നേടിയത്. 2023 സക്കറിയ. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പിന്നെ ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. പിന്നെ പറഞ്ഞത് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച NK ദേശത്തിന്റെ മുഴുവൻ പേര്. NK ദേശം N കുട്ടിക്കൃഷ്ണ പിള്ള എന്നാണ്. N കുട്ടിക്കൃഷ്ണ പിള്ള. NK ദേശത്തിന്റെ മുഴുവൻ പേര് N കുട്ടിക്കൃഷ്ണ പിള്ള. പ്രശസ്ത കവിയും നിരൂപകനും ഒക്കെ ആയിരുന്നു. 2017 ഇദ്ദേഹത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യ സമാഹാരം അന്തിമലരിയാണ്. അന്തിമലരി. പിന്നെ ബി ശ്രീദേവി എന്ന തൂലികാനാമത്തിലും ഇദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ബി ശ്രീദേവി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പിന്നെ പ്രശസ്ത കവി ആരാണെന്ന് ചോദിച്ചാൽ NK ദേശം. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, എലിമീശ, മഴത്തുള്ളികൾ, മുദ്ര, പിന്നെ ഗീതാഞ്ജലിയുടെ വിവർത്തനം, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. NK ദേശത്തിന്റെ പ്രധാന കൃതികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക്